കറന്റ്ലി ഞാനുള്ളത് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന 1930 സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 95 വർഷത്തിന് മേളിൽ പഴക്കം വരുന്ന ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് കറന്റ്ലി ഞാനുള്ളത്. ജോർജിയയിലുള്ള 37ഓളം ഗവൺമെന്റും പ്രൈവറ്റുമായിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മികച്ച ഒരു 5 യൂണിവേഴ്സിറ്റികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരു തവണ കൂടെ ചിന്തിക്കാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ട് 91 രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് മീൻ ചെയ്യുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന 91 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ MBBS പഠിക്കുന്നു എന്നതാണ്. ഇന്ത്യ അടക്കം ഏകദേശം 91ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ മെഡിക്കൽ പഠനത്തിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, ഇനി ഇല്ല ജോർജിയയിൽ, എസ്പെഷ്യലി ജോർജിയയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരൊരിക്കലെങ്കിലും TSMU എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ TSMUന്റെ ഒരു കാര്യത്തിലൂടെ വരുന്ന സമയത്ത് പല വിദ്യാർത്ഥികൾക്കും ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഫീസ് തന്നെയാണ്. ജോർജിയയിലുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റിൽ പെടുന്ന TSMUന്റെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് $8,000 ആണ്, $8,000 ആണ്. സോ 6 വർഷമാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഈ ഒരു 6th ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേൺഷിപ്പും ആണ്. സോ 6 വർഷവും ചേർത്തിട്ട് $48,000 ആണ് നമ്മുടെ ട്യൂഷൻ ഫീസ് വരുന്നത്. നമ്മുടെ ലിവിംഗ് കോസ്റ്റിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മന്ത്ലി $300 to $350 ആണ് നമുക്ക് ജോർജിയയിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ആവറേജ് വേണ്ടത്. സോ നമ്മൾ ഒരു 6 ഇയേഴ്സിന്റെ ലിവിംഗ് കോസ്റ്റ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $18,000 മുതൽ $20,000 വരെ എന്ത് വരും നമുക്ക് ടോട്ടലായിട്ട് എക്സ്പെൻസ് വരും. അത് കൂടാണ്ട് നമ്മുടെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ $48,000 ആണ്. സോ ഇത് രണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു $65,000 എന്ത് വരും നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, ട്യൂഷൻ ഫീസ്, ഹോസ്റ്റല്, ഫുഡ് അടക്കമുള്ള എല്ലാ എക്സ്പെൻസും ചേർത്തിട്ട് വരുന്നുണ്ട്. $65,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 50-55 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. സോ ഇതാണ് TSMUയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും TSMUയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ TSMUയിൽ വന്നിട്ട് MBBS പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ TSMUന്റെ അക്കാഡമിക്സിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ USMD പ്രോഗ്രാമും ഉണ്ട്, അതുകൂടാണ്ട് യൂറോപ്യൻ പ്രോഗ്രാമും ഉണ്ട്. നോർമലി നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കറന്റ് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ പ്രോഗ്രാമാണ്. സോ 6 വർഷത്തിൽ ഒരു വർഷം 60 ക്രെഡിറ്റ് എന്ന രീതിയിൽ 360 ക്രെഡിറ്റ്സ് ആണ് എന്ത് വരുന്നത് നമുക്കിവിടെ വരുന്നത്. പ്രോപ്പറായിട്ട് ECTS സിസ്റ്റം, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പാർട്ട് ഫ്രം ദിസ് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് 2 ഓപ്ഷനിലാണ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൾഫ് കൺട്രീസ് വഴി വരാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ ദില്ലി വരിക എന്നതാണ്. സോ ഇതിൽ ഏതായാലും നമ്മുടെ ഒരു ട്രാവൽ അവേഴ്സ് നോക്കുമ്പോൾ സെയിം തന്നെയാണ്. ഏകദേശം ഒരു 7.5 മണിക്കൂർ മുതൽ ഏകദേശം ഒരു 7.5 മുതൽ 8 മണിക്കൂർ വരെയൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ട്രാവൽ ടൈം വരുന്നത്, വിത്തൗട്ട് ട്രാൻസിറ്റ് വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫ്ലൈറ്റ് ഫെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 25,000 to 30,000 ഒക്കെ ഉണ്ടെങ്കിൽ വൺ സൈഡ് നമുക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. സോ ഫ്ലൈയിങ്ങിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കോളേജിൽ നിന്ന് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 20 മുതൽ 25 മിനിറ്റിനുള്ളിൽ നമുക്ക് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലുമാണ് നമ്മുടെ കോളേജ് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസിന് വരുന്ന ഏറ്റവും വലിയ ടെൻഷനാണ് നമ്മുടെ ഹോസ്റ്റൽ എങ്ങനെയാണ്, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കെയർ ചെയ്യാൻ ആളുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാണ് സംസാരിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ. സോ കഴിഞ്ഞ 14 വർഷമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ കമ്പനി. ഓൾറെഡി എന്തുണ്ട്, ഞങ്ങൾക്ക് ടിബിലിസിയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ച് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമ്മുടെ ഫുൾ ടൈം സ്റ്റാഫ് ടിബിലിസിയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഹോസ്റ്റല്, മെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ അഡ്മിഷൻ മുതൽ, അതായത് നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ അപ്ലൈ ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ അവസാന വർഷം 6th ഇയർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എപ്പോഴും എന്തുണ്ടാവും, നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. ഇത് കൂടാണ്ട് ഞങ്ങളുടെ സ്റ്റുഡൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് FMG കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ, അഡ്മിഷൻ ലെറ്റർ അപ്ലൈ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടോ, വിസയ്ക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒറ്റക്കായി പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും അവർ തന്നെയായിരിക്കും. ഓക്കെ, സോ
ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ MBBS നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ട് എങ്കിൽ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ധൈര്യത്തോടു കൂടെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.